വെൽക്കം ടു മൈ ചാനൽ എഡ്യു ലേൺ ഹിന്ദി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 5ാം ക്ലാസ് ഹിന്ദിയുടെ 5ാമത്തെ യൂണിറ്റാണ് പഠിക്കുന്നത്. 5ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമാണ് കൈ പാഞ്ച് ബൂന്തോം കാ ഗീത്. ബൂന്ത് മാനേ ക്യാ ഹേ? എന്താണ് ബൂന്ത് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, വെള്ളത്തുള്ളിയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാം. തുള്ളികളുടെ സംഗീതം എന്ന് പറയുന്ന ഈ യൂണിറ്റിൽ നമുക്ക് എന്താണ് ആദ്യമായി പഠിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റിലെ ചാപ്റ്റർ തന്നെ നമുക്കൊരു സ്റ്റോറിയാണ് പഠിക്കാനുള്ളത്. ഒരു കഹാനിയാണ് കേട്ടോ. എന്താണ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ? കഹാനി, ഹിന്ദിയിൽ പറയാം കഹാനി. കഹാനി കാ നാം ക്യാ ഹേ? ഏക് ദോ തീൻ. 1 2 3. ആരാണ് കഥാകാരൻ? മുകേഷ് നൗട്ടിയാൽ. ആരാണ്? മുകേഷ് നൗട്ടിയാൽ. അപ്പോൾ മുകേഷ് നൗട്ടിയാലിൻ്റെ കഹാനിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഏക് ദോ തീൻ, 1 2 3. ഇവിടെ നമുക്ക് പിക്ചർ കാണാം അല്ലേ? പിക്ചറിൽ ആരൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്? ഏക് ലഡ്കാ ഹേ, ഏക് ഘർ ഹേ, ബില്ലി ഹേ, നദി ഹേ, പേട് ഹേ. ഇങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് കാണാം അല്ലേ? ഓക്കെ. അപ്പം നമ്മുടെ ലഡ്കിക്ക് മുമ്പിലായി കുറച്ച് പക്ഷികളെ കാണാം, അല്ലെങ്കിൽ കോഴികളെ കാണാം. ഈ കോഴികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമുക്ക് നോക്കാം കഥയിൽ എന്താണ് പറയുന്നതെന്ന്. പാഠഭാഗ കാ നാം ക്യാ ഹേ? ഏക് ദോ തീൻ. ലേഖക കാ നാം ക്യാ ഹേ? മുകേഷ് നൗട്ടിയാൽ. 1 2 3 എന്ന പാഠം എഴുതിയിട്ടുള്ളത് മുകേഷ് നൗട്ടിയാലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കഥയാണ്. അപ്പം നമ്മളിവിടെ ലഡ്കയെ കാണുന്നുണ്ട്, ഘർ കാണുന്നുണ്ട്, ഒരു ബില്ലിയെ കാണുന്നുണ്ട്, നദി കാണുന്നുണ്ട്, പേട്, അതുപോലെ തന്നെ ജൽമുർഗിയെ കാണുന്നുണ്ട്. ആരാണ് ജൽമുർഗി? കുളക്കോഴിയാണ് കേട്ടോ. അപ്പോൾ ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ യൂണിറ്റിൻ്റെ പേരെന്താണ്? ബൂന്തോം കാ ഗീത്. തുള്ളികളുടെ, വെള്ളത്തുള്ളികളുടെ ഗീതം, വെള്ളത്തുള്ളികളുടെ സംഗീതം എന്നാണ്. അപ്പം വെള്ളത്തെക്കുറിച്ച്, ജലത്തെക്കുറിച്ച്, ജലം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ നമുക്ക് ഈ പാഠഭാഗത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം, പോസ്റ്ററിൻ്റെ രൂപത്തിലൊക്കെ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് കഥ എന്ന്. മേരാ ഘർ സുസവാ നദി കെ കിനാരെ ഹേ. മേരാ ഘർ, ഘർ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണല്ലേ? വീട്. എൻ്റെ വീട് സുസവാ നദി കെ കിനാരെ ഹേ, സുസവാ നദിയുടെ തീരത്താണ്. മേരാ ഘർ, മേര എൻ്റെ, ഘർ വീട്, എൻ്റെ വീട്. സുസവാ നദി കെ കിനാരെ ഹേ, സുസവാ നദിയുടെ തീരത്താണ്. നദി കെ കിനാരെ, നദിയുടെ തീരം. വഹീം, അവിടെ ജൽമുർഗിയോ കാ, കുളക്കോഴികളുടെ ഏക് പരിവാർ ഭീ രഹത്താ ഹേ, ഒരു കുടുംബം തന്നെ താമസിക്കുന്നുണ്ട്. പരിവാർ എന്ന് പറഞ്ഞാൽ ഫാമിലി, കുടുംബം. ജൽമുർഗി ആരാണ്? കുളക്കോഴി. അപ്പോൾ ഇവിടെ പറയാണ് ഏത് നദിയുടെ തീരത്താണ്? സുസവാ നദിയുടെ തീരത്ത് ജൽമുർഗികളുടെ അല്ലെങ്കിൽ കുളക്കോഴികളുടെ ഒരു കുടുംബം തന്നെ താമസിക്കുന്നുണ്ട്. നെക്സ്റ്റ്, അപ്പം നിങ്ങളിവിടെ പഠിക്കേണ്ട വേർഡ് മീനിങ്: മേര എന്ന് പറഞ്ഞാൽ എൻ്റെ, ഘർ എന്ന് പറഞ്ഞാൽ വീട്, കിനാരെ എന്ന് പറഞ്ഞാൽ തീരം, ജൽമുർഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുളക്കോഴി, പരിവാർ എന്ന് പറഞ്ഞാൽ കുടുംബം, രഹത്താഹെ താമസിക്കുന്നു. ആജ് സുബഹ് ജൽമുർഗി കെ ചൂസേ മേരെ ഘർ മേ ഗുസായേ, ബാഹർ ദോ ജൽമുർഗിയാം जोर जोर से चिचिया रही थी, मैंने दीवार की ओट में एक बिलौठा देखा. ആജ്, ഇന്ന്, സുബഹ് രാവിലെ, ജൽമുർഗി കെ ചൂസേ ഈ കുളക്കോഴിയുടെ കുഞ്ഞുങ്ങൾ, മേരെ ഘർമേം എൻ്റെ വീട്ടിലേക്ക്, ഗുസ് ആയേ കടന്നു വന്നു, പ്രവേശിച്ചു. ബാഹർ പുറത്ത്, ദോ ജൽമുർഗിയാം 2 കുളക്കോഴികൾ, സൂർ സോർ സെ ഉച്ചത്തിൽ, ചിച്ചിയാ രഹീതി ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മെനെ ഞാൻ, ദീവാർ കി ഓട്ട് മേം, मैंने दीवार की ओट में एक बिलौठा देखा. मैंने ഞാൻ, ദീവാർ കി ചുമരിൻ്റെ, ഓട്ട് മേ മറവിൽ, ഏക്ക് ഒരു, ബിലൗഠ ദേക്ക, ബിലൗഠ എന്താണ്? പൂച്ചക്കുഞ്ഞ്. ഒരു പൂച്ചക്കുഞ്ഞിനെ കണ്ടു. ചുമരിൻ്റെ മറവിൽ ഞാനൊരു പൂച്ചക്കുഞ്ഞിനെ കണ്ടു. അപ്പോൾ ഇവിടുത്തെ വേർഡ് മീനിങ്ങുകൾ എന്തൊക്കെയാണ്? സുബഹ് ആജ് ഇന്ന്, സുബഹ് രാവിലെ, ചൂസേ കുഞ്ഞുങ്ങൾ, ജൽമുർഗിക്ക് ചൂസേ കുളക്കോഴി കുഞ്ഞുങ്ങൾ, ഗുസ് ആയെ പ്രവേശിച്ചു, ബാഹർ പുറത്ത്,
ജോർ ജോർ ഉച്ചത്തിൽ ചിച്ചിയാരഹീതി. എന്താ ചിച്ചിയാരഹീതി എന്ന് പറഞ്ഞാൽ കുളക്കോഴിയുടെ ശബ്ദത്തിനെയാണ്. കുളക്കോഴി ഇങ്ങനെ വലിയ ഉച്ചത്തിൽ പുറത്ത് 2 കുളക്കോഴികളിൽ നിന്ന് ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു എന്ന്. ദീവാർ എന്ന് പറഞ്ഞാൽ ചുമര്, ഓട്ട് എന്ന് പറഞ്ഞാൽ മറവ്, ബിലൗട്ട എന്ന് പറഞ്ഞാൽ പൂച്ചക്കുഞ്ഞ്, തേക്ക എന്ന് പറഞ്ഞാൽ കണ്ടു. അപ്പം എന്താണ്, ഇന്ന് രാവിലെ ഈ കുളക്കോഴിയുടെ കുഞ്ഞുങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ പുറത്തു നിന്ന് 2 കുളക്കോഴികൾ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കണ്ടു. എന്താ കണ്ടേ? ദീവാറിൻ്റെ മറവിൽ, ചുമരിൻ്റെ മറവിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ കണ്ടു. मुझे देखकर भिला उठा भाग गया लेकिन जलमुर्गियां शोर मचाती रही. മുജേ ദേക്കർ എന്നെ കണ്ടിട്ട് ബിലൗട്ട പൂച്ചക്കുഞ്ഞ് ഭാഗ് ഗയ ഓടിപ്പോയി. ലേക്കിൻ എന്നാൽ ജൽമുർഗിയാം ആ കുളക്കോഴികള് ഷോർ മച്ചാത്തിരഹി ബഹളം വെച്ചുകൊണ്ടേയിരുന്നു. കാരണം അവരുടെ കുഞ്ഞുങ്ങളാണ് വീടിനുള്ളിലേക്ക് കയറിപ്പോയത് അല്ലേ. അപ്പോൾ ഈ കുളക്കോഴികൾ പുറത്തുനിന്ന് നല്ല ബഹളം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ വാക്ക് എന്താണ്? മുജെ എന്നെ, ദേക്കർ കണ്ടിട്ട്, ബിലൗട്ട പൂച്ചക്കുഞ്ഞ്, ഭാഗ് ഗയ ഓടിപ്പോയി, ലേക്കിൻ എന്നാൽ, ജൽമുർഗിയാം കുളക്കോഴികൾ, ഷോർ മച്ചാത്തി. എന്താ ഷോർ മച്ചാത്തി? ബഹളം ഉണ്ടാക്കുക. അപ്പോൾ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു എന്ന്. പിന്നെയോ മെനെ ഭീതർ ജാക്കർ ദേക്ക ജൂസ ഫർഷ് पर था. दूसरा सोफे के नीचे. मैंने उन्हें उनके माँ बाप के हवाले कर दिया पर ജൽമുർഗിയാം ഷോർ മച്ചാത്തി രഹി. എന്താ പറയുന്നത്? മേനെ ഞാൻ, ഭീതർ ജാക്കർ അകത്ത് പോയിട്ട്, ദേക്ക നോക്കി. ഭീതർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, വീടിൻ്റെ ഉള്ളിൽ പോയിട്ട് ഞാൻ നോക്കി. അപ്പം എന്താ കാണുന്നേ? ഏക്ക് ചൂസ ഒരു കുഞ്ഞ്, ഫർഷ് പർദ, ഫർഷ് എന്ന് പറഞ്ഞാൽ തറ, നിലത്തുണ്ടായിരുന്നു. ദൂസര മറ്റേ കുളക്കോഴി കുഞ്ഞ് സോഫയ്ക്ക് നീച്ചെ, സോഫയ്ക്ക് ചുവട്ടിലുമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഏക്ക് ഒരു ചൂസ എവിടെയായിരുന്നു? ഫർഷ് തറയിലായിരുന്നു, മറ്റൊന്ന് സോഫയുടെ ചുവട്ടിലായിരുന്നു. മേനെ ഞാൻ, ഉനെ അവയെ, ഉൻകെ മാം ബാപ്പ് കെ ഹവാലെ കർദിയ. ഞാൻ ഇവയെ 2 പേരെ എന്ത് ചെയ്തു? ഉൻകെ അവരുടെ, മാം ബാപ്പ് അമ്മയുടെയും അച്ഛൻ്റെയും, ഹവാലെ കർദിയ കയ്യിലേൽപ്പിച്ചു. ഹവാല എന്ന് പറഞ്ഞാൽ ഏൽപ്പിക്കുക. മാം ബാപ്പ് അച്ഛനും അമ്മയും. അപ്പോൾ ഞാൻ ഈ കുളക്കോഴി കുഞ്ഞുങ്ങളെ അവരുടെ അമ്മയെയും അച്ഛനെയും ഏൽപ്പിച്ചു. പർ എന്നാലും ജൽമുർഗിയാം ഈ കുളക്കോഴികളെ ഷോർ മച്ചാത്തിരഹി ബഹളമുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. കുളക്കോഴി കുഞ്ഞുങ്ങളെ അവയുടെ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് എത്തിച്ചിട്ടും അവർ ബഹളം വെച്ചുകൊണ്ടേയിരുന്നു. പിന്നെ എന്താണ് പറയുന്നത്? ഏക് മച്ചർ ഭിൻഭിനാ രഹാ ഥാ ഉസേ ഭഗാനെ കെ ലിയെ മേനെ താലി പീഠി ആവാസ് സുൻകർ പലങ്ക് കെ നീച്ചെ ചുപാ ചൂസ തേസി സെ ബാഹർ ഭാഗ. അപ്പം എന്താണ് ഉണ്ടായത്? ആ കുളക്കോഴി കുഞ്ഞുങ്ങളുടെ അച്ഛനും അമ്മയും ബഹളം വെക്കാനുണ്ടായ കാരണം എന്താണെന്ന് നിങ്ങൾ നോക്കിയേ. ഏക്ക് മച്ചർ, മച്ചർ ആരാണ്? കൊതുക്. ഒരു കൊതുക് ബിൻബിനാ രഹാത മൂളി പറന്നു വരുന്നുണ്ടായിരുന്നു. ഉസേ ഭഗാനെ കേലിയെ അതിനെ ഓടിക്കാൻ വേണ്ടി, മേനെ ഞാൻ, താലി പീട്ടി കൈയടിച്ചു. താലി പീട്ടി കൈയടിച്ചു. ഭഗാന ഓടിക്കുക, മച്ചർ കൊതുക്. അപ്പോഴേ ഈ കൊതുകിനെ ഓടിക്കാൻ വേണ്ടി ഞാൻ കൈയടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ആവാസ് സുൻകർ ഈ ശബ്ദം കേട്ടിട്ട്, പലങ്കക്കെ നീച്ചെ കട്ടിലിൻ്റെ ചുവട്ടില്, ചുപ ഒളിച്ചിരുന്ന, ചൂസ കുളക്കോഴി കുഞ്ഞ്, തേസീസെ ബാഹർ ഭാഗ പെട്ടെന്ന് പുറത്തേക്ക് ഓടി. അപ്പം നിങ്ങൾ നോക്കിക്കേ. അപ്പം ആ 2 കുളക്കോഴി കുഞ്ഞുങ്ങളെ കൂടാതെ ഒരാൾ കട്ടിലിനടിയിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കൊതുകിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് കൈയടിച്ച ശബ്ദം കേട്ടിട്ട് ഈ ചൂസ എന്ത് ചെയ്തു? പെട്ടെന്ന് പുറത്തേക്ക് ഓടി. അപ്പം അതാണ് മച്ചർ കൊതുക്. ഭിൻഭിനാ രഹാത മൂളി പറന്നുകൊണ്ടിരുന്നു. ഭഗാന ഓടിക്കുക, കേലിയെ എന്ന് പറഞ്ഞാൽ വേണ്ടി, താലി പീട്ടി കൈയടിച്ചു. ആവാസ് ശബ്ദം, സുൻകർ കേട്ടിട്ട്, പലങ്ക് കെ നീച്ചെ കട്ടിലിൻ്റെ ചുവട്ടിൽ, ചുപ ഒളിച്ചിരുന്ന, ചൂസ കുളക്കോഴി കുഞ്ഞ്, തേസിസെ പെട്ടെന്ന് നളർത്താണ്, ബാഹർ ഭാഗ ബാഹർ പുറത്തേക്ക്, ഭാഗ ഓടി. അപ്പം എന്താണെന്ന് നോക്കാം. ഇപ്പം 3 കുളക്കോഴി കുഞ്ഞുങ്ങളായല്ലേ. पर जलमुर्गियां ढड़ी रही. मैंने हर जगह खोजा. बाथरूम में 2 चूजे पानी में खेल रहे थे. मैंने उन्हें पकड़ा और बरामदे में छोड़ दिया. നോക്കിക്കേ. पर എന്നാൽ ജൽമുർഗിയാൻ ഠടി രഹി ഈ കുളക്കോഴികൾ പോകാൻ കൂട്ടാക്കിയില്ല. ഠടി രഹി എന്ന് പറഞ്ഞാൽ പോകാൻ കൂട്ടാക്കുക എന്ന്. മേനെ ഹർ ജഗഹ് ഗോജ. അപ്പോൾ ഈ 3 കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടും ഇവരെന്താ പോവാത്തേന്ന് ഓർത്തിട്ട്, മേനെ ഞാൻ, ഹർ ജഗഹ് ഗോജ ആ സ്ഥലത്തെല്ലാം അന്വേഷിച്ചു.
വീടിനുള്ളിലൊക്കെ കയറി ഞാൻ പരതി നോക്കി. ഖോജ എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചു, ജഗഹ് എന്ന് പറഞ്ഞ സ്ഥലം, ഹർ എന്ന് പറഞ്ഞാൽ ഓരോ. ബാത്റൂമുമേ, അങ്ങനെ ഞാൻ ബാത്റൂമിലെത്തിയപ്പോൾ ദോ ചൂസെ, 2 കുളക്കോഴി കുഞ്ഞുങ്ങള് പാനിമേ ഗേൽ രഹേതെ, വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പാനി വെള്ളം. മേനെ ഞാൻ, ഉനേം അവയെ പകട പിടിച്ചു, ഔർ എന്നിട്ട് ബരാമതേമേ ചോടുതിയ, ബരാമതെ വരാന്തയിൽ കൊണ്ടുപോയിട്ട് ചോടുതിയ അവിടെ വിട്ടു, ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ആ ബാത്റൂമിൽ പോയിട്ട് ആ വെള്ളത്തിൽ നിന്ന് ഈ കുളക്കോഴി കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ടുപോയി പുറത്തേക്ക് വെച്ചു. ധഡീരഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോകാൻ കൂട്ടാക്കിയില്ല എന്നുള്ള അർത്ഥം. മേനെ ഞാൻ, ഹർ ജഗഹ് ഓരോ സ്ഥലത്തും, ഗോജ എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചു, ഖേൽ രഹേതെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പകട എന്ന് പറഞ്ഞാൽ പിടിച്ചു, ചോടുതിയ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ അവിടെ കൊണ്ടുചെന്നാക്കി, ബരാമത എന്ന് പറഞ്ഞാൽ വരാന്ത. ജൽമുർഗിയോ ने एक नजर अपने चूजों को देखा, फिर नदी की तरफ दौड़ पड़ी. 5 चूजे भी उनके पीछे पीछे चले जा रहे थे. उस दिन मैंने जाना कि जलमुर्गियों को भी गिनती आती है. जलमुर्गियों ने एक नजर अपने चूजों को देखा. അങ്ങനെ ഈ 5 കുഞ്ഞുങ്ങളെയും കണ്ടപ്പോൾ ഈ ജൽമുർഗികൾ എന്ത് ചെയ്തു? ഒരു പ്രാവശ്യം, ഏക്ക് നസർ എന്ന് പറഞ്ഞാൽ ഒരു നോട്ടം എന്നർത്ഥമാണ്. അപ്പനെ ചൂസോം കോ ദേക്ക, തങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി. ഫിർ പിന്നീട് നദി കി തരഫ് ദൗഡ് പടി, എന്നിട്ട് നദിയുടെ നേരെ ഓടിപ്പോയി. 5 ചൂസേ ബി, ഈ 5 കുളക്കോഴി കുഞ്ഞുങ്ങളും ഉൻകെ പീച്ചെ പീച്ചെ അവരുടെ പിന്നാലെ ചലേ ജാരഹേതെ പോകുന്നുണ്ടായിരുന്നു. ഉസ് ദിൻ ആ ദിവസം മേനെ ജാനാക്കി എനിക്കറിയാൻ സാധിച്ചു, കി എന്തെന്നാൽ ജൽമുർഗിയോ കോ ഭീ ഗിൻതി ആത്തി ഹേ, കുളക്കോഴികൾക്ക് പോലും എണ്ണാൻ അറിയാം. അപ്പം ഞാനൊരു കാര്യം മനസ്സിലാക്കി, കറക്റ്റ് അവരുടെ 5 പക്ഷിക്കുഞ്ഞുങ്ങളും ആയപ്പോൾ ആ അമ്മയും അച്ഛനും അവിടെ നിന്നും അവരെയും കൂട്ടിയിട്ട് നദിയിലേക്ക് പോയത് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർക്കും എണ്ണാൻ അറിയാമെന്ന്, അല്ലേ? അപ്പോൾ ഇവിടുത്തെ അർത്ഥങ്ങൾ എന്താണ്? നസർ എന്ന് പറഞ്ഞാൽ നോട്ടം, ദേക്ക എന്ന് പറഞ്ഞാൽ നോക്കി, തരഫ് എന്ന് പറഞ്ഞാൽ നേരെ, ദൗഡ് പടി ഓടി, പീച്ചെ എന്ന് പറഞ്ഞാൽ പിന്നാലെ പുറകാലെ, ഗിൻതി എന്ന് പറഞ്ഞാൽ എണ്ണുക. അപ്പോൾ ദിൻ എന്ന് പറഞ്ഞാൽ ദിവസം. നമ്മളിവിടെ നല്ലൊരു കഥയാണ് പഠിച്ചത്. അപ്പോൾ 1, 2, 3, 4 അങ്ങനെ 10 വരെ നിങ്ങൾ എണ്ണാനൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ജീവജാലങ്ങളുടെയൊക്കെ പേര് പഠിക്കുക. ചൂസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇവിടെ ജൽമുർഗി ആരാണ്? കുളക്കോഴിയാണ്. അപ്പോൾ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ ആക്ടിവിറ്റിയുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അക്ഷരമാല അടക്കം, അക്ഷരമാല, അതുപോലെ തന്നെ ഗ്രാമർ ക്ലാസ്സുകൾ, സ്പോക്കൺ ഹിന്ദി, അതുപോലെ എഴുതാനും വായിക്കാനും അറിയാത്ത കുട്ടികൾക്ക് എഴുതാനും വായിക്കാനുമുള്ള വീഡിയോ, ഇതെല്ലാം തുടർന്നുള്ള ഓരോ ക്ലാസ്സുകളിലും നിങ്ങൾക്ക് ലഭ്യമാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഓരോ ദിവസവും ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഈ ചാനലിനോടൊപ്പം പോന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായി ഹിന്ദി എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കാൻ സാധിക്കും. അതുപോലെ പാഠഭാഗവും അതിൻ്റെ ആക്ടിവിറ്റീസും ഒക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു.